ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്നലത്തെ ഡേ ഹൈഡിയും ഇന്നലത്തെ ഡേ ലോയിഡിയും സെൻട്രൽ തന്നെയാണെന്നും മാർക്കറ്റ് ട്രേഡ് ചെയ്യണത്. മൂവ്മെൻറ്റ് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൂവ്മെൻറ്റൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന മൂവ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാസ്റ്റ് വന്ന ട്രേഡ് ഇവിടെ ഒരു സ്കാൽപ്പിംഗ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇന്നലത്തെ ഡേ തന്നെയാണ് ടാർഗറ്റും വരുന്നത്. അതായിട്ടില്ല, മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ലൈൻസും ട്രെൻഡ് ലൈൻസ് ഒന്നും പറയാം. എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ള ലൈൻസാണ് ഇതൊക്കെ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിത് വെറുതെ കണ്ണടച്ച് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ പോയിട്ട് വരയ്ക്കരുത് കേട്ടോ. ദൈവത്തോർത്ത് ഇതിന് കുറച്ച് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായാൽ അതും കൂടിയും കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്കിത് മാത്രം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സെക്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ ട്രേഡ് എടുക്കാം. പക്ഷേ നിഫ്റ്റിയിൽ ഇത് വെച്ചിട്ട് പറ്റില്ല. നമുക്കൊരു ബൈയിങ് പ്രൈസ് എന്തായാലും വേണം. ബൈയിങ് പ്രൈസ് ഉണ്ടെങ്കിലാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞ് ട്രേഡ് എടുക്കാൻ പറ്റില്ല. 1 മിനിറ്റാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നടക്കുന്ന പരിപാടിയല്ല. നമ്മൾ ക്രൂഡ് ഓയിൽ ട്രേഡ് നല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ട്രേഡ് ഓൾറെഡി ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷാണ്. ഇതിൻ്റെ ഒരു ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഒക്കെയാണ് വരുന്നത്. അതിപ്പോൾ ഒന്നും എത്തില്ല, അത് ഞാൻ പറയുകയാണ്. ടാർഗറ്റ് വളരെ ഹൈ ആണ്. ഇന്നലെ കൊടുത്ത ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സൈഡിക്കായിരുന്നു. അതായത് നിങ്ങളിവിടെ കണ്ടാവും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ 19:30 ഗ്രീൻ ക്യാൻഡിൽ ഇന്നലത്തെ ഈ ഒരു ലൈൻ്റെ ഇടയിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറുണ്ടെങ്കിൽ ഒരു PE കുറച്ച് നേരത്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ടോട്ടൽ വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ട് സി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല നടന്നത്. അവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റാണ് വന്നത്. എല്ലാവരും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന ഈ 3 ക്യാൻഡിൽസ് കാണണ്ടല്ലോ, 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽസാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു ലെവലാണ്. മീൻസ് നമ്മൾ ലൈവ് ട്രേഡിംഗ് സെക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണത്. ഇങ്ങനത്തെ ഒരു 30 മിനിറ്റിലെ ക്യാൻഡിൽ ഈ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ എൻട്രി ആയി, മനസ്സിലായി. വേറെ കൺസെപ്റ്റ് എങ്ങനെയാണെന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി ആയി. ഇതെന്താ എൻട്രി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ് മാർക്കറ്റ്. അതാണ് അവിടുത്തെ റീസൺ, വേറൊരു റീസണും ഇല്ല. പിയിലേക്കാണെങ്കിൽ നമ്മൾ ലോട്ട് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ സി ആണ്. മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഗോൾഡിൻ്റെ കാര്യം. ഗോൾഡിൽ ബ്രേക്ക് ഔട്ട് വന്നൊരു എൻട്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെയും ഇന്ന് രാവിലെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. അതും ഒരുവിധം എൻട്രിയിലാണ് നോക്കുന്നത്. ഇപ്പം ഇനി അടിയിലേക്ക് ബ്രേക്ക് ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിയിലേക്ക് നോക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ PE ചെയ്യണ സമയത്ത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്താണ് നോക്കുക കേട്ടോ. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സി ആണ്, അതായത് ബുള്ളിഷാണ്. അപ്പോൾ പിയിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോട്ട് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ഗോൾഡ് MCX ആണ്, ഇന്ത്യൻ മാർക്കറ്റാണ്. നമുക്ക് ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ, പിന്നെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ചെയ്യാം. അപ്പോൾ ഗോൾഡ് ഇന്ത്യൻ കമ്മോഡിറ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ എടുക്കണ ഓപ്ഷൻസ് പോലെ ഇരിക്കും അതിൻ്റെ പ്രോഫിറ്റ്. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് വരിക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു ഫോളാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഫോറക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും. ഗോൾഡ് ബുള്ളിഷാണ്. താഴത്തേക്ക് നമ്മൾ എടുക്കണ നേരത്ത് ലോട്ട് കുറയ്ക്കുക. നമുക്ക് കുറേ സ്ട്രൈക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സെൻസസിൻ്റെ എക്സ്പീരിയാണ്, മനസ്സിലായത്. ഇപ്പോൾ കുറേ സ്ട്രൈക്കുകളുണ്ട്. നമുക്ക് നാച്ചുറൽ ഗ്യാസും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. നാച്ചുറൽ ഗ്യാസ് 1 ഡേ ടൈം ഫ്രെയിമിൽ ബീറിഷാണ്. അവിടെ നിന്നൊരു റിക്കവറി ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും എൻട്രി എടുക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഈ ഏരിയയിലൊന്നും സി എൻട്രികളില്ല. സി വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് എൻട്രി വരുന്നത്. ഇവിടെ നിന്നാണ് സി വരിക. 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ചെയ്യണം, എന്നാലാണ് സിയിലേക്ക് നോക്കണുള്ളൂ, മനസ്സിലായില്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെയൊക്കെയും സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെല്ലേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് സെല്ലിങ് കുറച്ചൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് PE ആണ് മാർക്കറ്റ്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി അമേരിക്ക, വെനസ്വേല ന്യൂസ് അതൊക്കെ ഇവിടെ എഫക്റ്റ് ആയിട്ടുണ്ട്. PE ആണ് മാർക്കറ്റ് വരുന്നത്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് PE ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് PE ആക്ടിവേറ്റ് ആയിരിക്കണത് 26-ാം തീയതി 18:30. അതിനുശേഷം റിക്കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും PE തന്നെയാണ് മാർക്കറ്റ്. മോളിക്ക് പോകുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മതി. മോളിക്ക് പോകുമ്പോൾ ഇവിടെയാണ് സിയുടെ എൻട്രി വരിക. ഇത് 1 ഡേ ടൈം ഫ്രെയിം ക്രോസ് ചെയ്താലാണ് സിയുടെ എൻട്രിയുടെ വരുള്ളൂ. അതാണ് ചിന്തിക്കാനുള്ള കാര്യം കേട്ടോ.
30 മിനിറ്റ് നമുക്ക് ഒരു എൻട്രി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ട്രേഡുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാം നോക്കാം. അപ്പോൾ ഇത് 83,600 P ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആണ്. അതിനുശേഷം രണ്ടാമത്തെ ട്രേഡ് വന്നു, അത് 100 പോയിന്റ് ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ട്രേഡ് ഒരു 40 പോയിന്റ് 1:1 ഒക്കെയാണ് വന്നിട്ടുണ്ട്. 50 പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ നാലാമത്തെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ SL ആണ്. അപ്പോൾ അങ്ങനെ ഇവിടെ മാത്രം 2 SLും ഒരു 150 പോയിന്റ് പ്രോഫിറ്റും. അങ്ങനെയാണ് 2 SL എന്ന് പറഞ്ഞാൽ 80 പോയിൻ്റാണ്. ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയവർക്കാണ് നടക്കുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ ആക്റ്റീവായിരുന്നു, നമുക്കിവിടെ കാണാൻ പറ്റും 173 ആക്റ്റീവായിട്ടുണ്ട്. ഈ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല, ഞാൻ പറയണമെന്ന് മാത്രം. 1:30 ടൈമിനാണ് 173 പ്രൈസൊക്കെ നോക്കണത്. ഇതൊക്കെ ഭയങ്കര ബുള്ളിഷ് തന്നെയാണ്. 173 380, അതായത് 200 പോയിന്റ് ഫുൾ ടാർഗറ്റ് തന്നെ വന്നതാണത്. ഇനിയിപ്പോൾ എൻ്റെ മുകളിൽ ട്രേഡ് എടുക്കുകയാണെങ്കിലും 234 ട്രേഡ് എടുക്കുകയാണെങ്കിലും പ്രോഫിറ്റ് തന്നെയാണ്. ടൈം ഇത്തിരി പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഇത്രേ പറയണുള്ളൂ. ഈ ട്രേഡ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ മാത്രം കിട്ടിയ ഒരു പ്രൈസാണ് കേട്ടോ. അപ്പോൾ അതൊരു ഫുൾ ടാർഗറ്റാണ് വന്നതാണ്. പക്ഷേ ഗൂഗിൾ മീറ്റിൽ ഇരുന്ന ഒരാൾക്കാണ് കിട്ടിയേക്കണത്. അത് ഫുൾ ടാർഗറ്റൊന്നും എടുത്തിട്ടില്ല, ഞാൻ പറയുകയാണ്. ഇതിലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 25,700 P ആണ് ഫസ്റ്റ് ട്രേഡ്. SL എന്ന് പറഞ്ഞ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്കൊരു 1 പോയിൻ്റൊക്കെ വേണമെങ്കിൽ SL വരാം. അത്ര തന്നെ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ SL കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് SL തന്നെയാണ് 10 പോയിന്റ്. 10 മിനിറ്റിൽ എക്സിറ്റ് അടിക്കുമ്പോൾ വലിയ സീൻ വരില്ല ട്രേഡ്. റീ എൻട്രി ആയിട്ടും വന്നിട്ടുണ്ട്. റീ എൻട്രി ആണെങ്കിൽ 50 പോയിന്റ് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി വേറെ പ്രൈസിൽ എടുക്കുകയാണെങ്കിലും അപ്പോഴും എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അപ്പോഴും പ്രോഫിറ്റ് ഒക്കെയാണ് വരണത്. ഇത് 83,700 C ആണ്. ഇത് ഹീറോ 0 എൻട്രി ആയിരുന്നു കേട്ടോ. ഇതായിട്ട് 121 പോയിൻ്റാണ് പോയിക്കൊണ്ട്. 121 പോയിന്റ് എല്ലാവർക്കും കിട്ടുന്നില്ല. 0 ആകുമ്പോൾ അത്ര നേരം നോക്കിയിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് വലിയ ലോട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇറങ്ങേണ്ട വരും. ഇന്നത്തെ 3 0 എൻട്രീസ് ആണ്. ഫസ്റ്റത്തെ ഇതാണ്, ഒരു 24 പോയിന്റ്. രണ്ടാമത്തെ 16 പോയിന്റ്. മൂന്നാമത്തെ 40 പോയിന്റ്. SL എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻ്റെ അടിയിൽ ലോസ് ചെയ്യുന്നത് SL ആണ്. അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് എടുത്ത് ഒരു 10-15 പോയിന്റ് വന്ന ശേഷം റെഡ് ക്യാൻ 2 ക്യാനിലാണ് അടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് എല്ലാ ട്രേഡും. ഇവിടെ എൻട്രി ആയി 14-21 മിനിറ്റിൽ നമ്മൾ എൻട്രി ആയി. അതിനുശേഷം 2-3 ക്യാനോട് 40 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 3 ട്രേഡ്. ഇതും ഹീറോ 0 എൻട്രി ആണ്. ഹീറോ 0 കുറച്ച് കിട്ടിയിട്ടുണ്ട്. ലൈവ് സെക്ഷനിലാണ് കുറേ വന്നേക്കണത് കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തേക്കണത് ഒരു 2-3 എണ്ണം വേണമെങ്കിൽ ആക്റ്റീവായി ഉണ്ടാവും. അതാണ് നേരത്തെ കണ്ടാക്കണത്. അല്ലാണ്ട് നമ്മൾ ലൈവ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇത്. ഒരു 86 പോയിന്റിൽ വന്നിട്ടുണ്ട്. 86 കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം മുന്നേ കിട്ടും. 17 രൂപ എന്നാണ് എൻട്രി വരുന്നത്. കുറേ എക്സിറ്റും ഉണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മൾ അങ്ങനെ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ആവേണ്ട വരും. അതിനുശേഷം കയറി പോണതും ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇതൊക്കെ ഗ്രൂപ്പിൽ കൊടുത്താണ് എൻട്രിയാണ്. 0 തന്നെയാണ് ഇതൊക്കെ. 116 പോയിൻ്റൊക്കെ 1 വേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നുണ്ടായിരുന്നത്. നിങ്ങൾ ആദ്യം കാണിച്ച കാര്യങ്ങൾ നോക്കി വെക്കുക. ഗോൾഡ്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺഫർമേഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഞാൻ എൻ്റെ ഒരു വ്യൂ മാത്രമാണ് പറഞ്ഞത്, വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. ട്രേഡിംഗ് ഒക്കെ വളരെ ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു വ്യൂ ആണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഒരു സക്സസ് നിയന്ത്രിക്കാനുള്ള പരിപാടികൾ വേറെ ഇല്ല. നിങ്ങളുടെ വ്യൂ ആണ് അൾട്ടിമേറ്റ്. നല്ല വ്യൂ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് മേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റ് ആണെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. പ്രോഫിറ്റ് മാക്സിമം എടുത്ത് ലോസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിൻ്റെയും മുകളിൽ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസിൽ പറയുന്ന കാര്യമാണ് സൈക്കോളജി. പ്രോഫിറ്റ് വരുമ്പോൾ മാക്സിമം റൺ ചെയ്യിക്കുക എന്ന് പറയണം. അതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യമാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. പാർഷ്യൽ ബുക്കിങ് ചെയ്യുക, ട്രെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. മീൻസ് നമ്മൾ ഒരു ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പാണ്. നമുക്കവിടെ 10:30 വരെ ഡെയിലി ട്രേഡ്സ് ഞാൻ ഇടുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ട്രേഡ്സാണ്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ നോക്കാം. പേപ്പർ ട്രേഡ് ചെയ്യാം, റിയൽ ട്രേഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ റിസ്കിന് തന്നെ ചെയ്യുക, മനസ്സിലായില്ലേ? നമുക്ക് വെറുതെ നോക്കിയിരിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ടോട്ടൽ നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാവണം, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. കോഴ്സ് ഓൾസോ കേട്ടോ, നമ്മൾ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഫ്രീ ഗ്രൂപ്പിൽ കാണുന്നത് അതെങ്ങനെയാണ് കിട്ടണമെന്നുള്ളതാണ് കോഴ്സ്. ഇത്രയുള്ള എൻ്റെ ആൻസർ, മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ കൺവിൻസ്ഡ് ആവുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി.
ഫ്രീ ഗ്രൂപ്പ് എന്തായാലും ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.